യാത്രക്കാരെ വലച്ച് സ്പേസ് ജെറ്റ്. ദുബായ് കൊച്ചി വിമാനം 12 മണിക്കൂർ വൈകിയതിനെ തുടർന്ന് വിമാനത്തിനുള്ളിൽ മണിക്കൂറുകൾ ചിലവഴിക്കേണ്ടി വന്ന യാത്രക്കാരിക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. കൊച്ചിയിൽ നിന്നും ദില്ലിയിലേക്കുള്ള വിമാനവും റദ്ദാക്കി. അർദ്ധരാത്രി വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരും എയർലൈൻ ജീവനക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. വിവരങ്ങളുമായി അർച്ചന കൂടി ചേരുന്നുണ്ട്. അർച്ചന, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്പൈസ് ജെറ്റ് വീണ്ടും പണിമുടക്കിയതോടെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. ഇന്നലെ ഉച്ചയ്ക്ക് പുറപ്പെടേണ്ട വിമാനമാണ്, അതായത് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനമാണ്. ആദ്യം ബോർഡിംഗ് ഉൾപ്പെടെ കഴിഞ്ഞു. അതിനുശേഷം യാത്രക്കാർ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും വിമാനത്തിനകത്തേക്ക് കയറുകയൊക്കെ ചെയ്തിരുന്നു. തുടർന്ന് മണിക്കൂറുകളോളം അവർ അതിൽ തന്നെ ഇരിക്കുകയും പിന്നീട് പലർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. ഒരാൾക്ക് പാനിക് അറ്റാക്ക് അടക്കം വന്നു. തുടർന്നാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറിയത്. ഏകദേശം 8 മണിക്കൂറിലധികമായി 12 മണിക്കൂറിലധികമായി ആളുകൾ ഇത്തരത്തിൽ വിമാനത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആളുകൾക്ക് താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിൽ വൈകുന്നതിന് കാരണമോ ഒന്നും കമ്പനി വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇപ്പോഴും ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടേണ്ട വിമാനം ഇപ്പോഴും അവിടെ തന്നെ പ്രതിസന്ധിയായി തുടരുകയാണ്. അതേസമയം തന്നെ കൊച്ചിയിൽ നിന്ന് ദില്ലിയിലേക്ക് പോകേണ്ട വിമാനവും റദ്ദാക്കിയിട്ടുണ്ട്. അത് ഇന്നലെ പുറപ്പെടേണ്ട വിമാനമാണ്. പുലർച്ചെയാണ് അവർക്ക് ഇത്തരത്തിൽ 12 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ വിമാനം റദ്ദാക്കിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. മണിക്കൂറുകളോളം കാത്തിരുന്ന ശേഷമാണ് ഇത്തരത്തിൽ ഇത് റദ്ദാക്കി എന്ന വിവരം ലഭിക്കുന്നത്. അതോടുകൂടി വലിയ പ്രതിഷേധം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. യാത്രക്കാരും ജീവനക്കാരും തമ്മിൽ വാക്കേറ്റം ഒക്കെ ഉണ്ടായി. എന്തായാലും വലിയ ദുരിതത്തിലായിരിക്കുകയാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈകുന്നു എന്ന രീതിയിലുള്ള ഒരു കാരണമോ ഈ കമ്പനി കാണിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദുരിതത്തിലായിരിക്കുകയാണ് എത്രയോ അധികം വിമാനയാത്രക്കാർ.